KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്ന സംഭവങ്ങളേറുന്നു. KSRTC ബസ്സുകളിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാകുന്നില്ലെന്ന് യാത്രക്കാർ. മുളന്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നർ അല്ലെന്നുള്ള വകുപ്പ് മേധാവിയുടെ നിലപാടാണ് ശസ്ത്രക്രിയകൾ സ്തംഭിക്കാൻ കാരണം. ജില്ലയിൽ തെരുവുനായ ശല്യം പെരുകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. നായ്പിടിയിൽ നാട്. ഇസ്രയേൽ ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് യാത്രികർ ആശങ്കയിൽ. വിമാന സർവീസുകളെ യുദ്ധം ബാധിച്ചേക്കും. നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്ന സംഭവങ്ങളേറുന്നു. KSRTC ബസ്സുകളിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാകുന്നില്ലെന്ന് യാത്രക്കാർ. 5 മണി മുതൽ ഇവിടെ വിളിച്ചത് നിങ്ങളോട് വിളിക്കാൻ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കണ, മനസ്സിലായ? ഞങ്ങളുടെ ഒരു ദിവസം പോയത്. നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അത് നോക്ക്, ഇവിടെ ഒക്കെ ആൾക്കാർ ഇവിടെ നിൽക്കാം, ഇത്ര ആൾക്കാർ നിൽക്കാം. ഈ ദൃശ്യങ്ങൾ ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും ഒരു യാത്രക്കാരൻ പകർത്തിയതാണ്. വൈകിട്ട് മൂകാംബികയിലേക്ക് പോകാനുള്ള ബസ് എത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം അർദ്ധരാത്രിയിൽ. 5:30 5:45 പോകേണ്ട വണ്ടിയാണ്. പെട്ടെന്നാണ് 12:00-12:30ക്കാണ് ഈ വണ്ടി ഇവിടെ എത്തുന്നത്. ഈ നേരം വരെ ഞങ്ങളിവിടെ പോസ്റ്റ് ആക്കിയിട്ട് ഗുരുവായൂർ 5:15 എത്തിയതാ. ഇതുവരെ വണ്ടി വരാണ്ട് 12:30ക്കാണ് ഈ വണ്ടി ഇവിടെ എത്തുന്നത്, മനസ്സിലായി? ഇതുവരെ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഇവിടെ സംസാരിക്കാറുണ്ട്. ഞാൻ ഒന്ന് അവിടെ സാറിനോട് ഒന്ന് ചോദിക്കുന്നുണ്ട്. സാറേ, ഇതല്ല ഞങ്ങളുടെ വണ്ടി, ഇതല്ല വണ്ടി. അല്ല ഒരു മിനിറ്റ്. KSRTC ബസ്സുകൾ ബ്രേക്ക് ഡൌൺ ആവുന്ന സംഭവങ്ങൾ ഏറുകയാണ്. ബസ്സുകളുടെ കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളുടെ അഭാവവുമാണ് ബസ്സുകൾ വഴിയിൽ കിടക്കാൻ കാരണം. ഓട്ടത്തിനിടെ ബ്രേക്ക് നഷ്ടപ്പെടുന്നതും ടയർ പൊട്ടിയതുമായ സംഭവങ്ങൾ പതിവാവുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പല ദുരന്തങ്ങളും ഒഴിവാകുന്നത്. അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ഓട്ടത്തിനിടെ പാതിയിൽ നിൽക്കുന്നു. 15 വർഷം പിന്നിട്ട 100 കണക്കിന് ബസ്സുകളാണ് KSRTCയിലുള്ളത്. ദീർഘദൂര യാത്രയ്ക്ക് ഉൾപ്പെടെ KSRTCയിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാവുന്നില്ല. തകരാറിലായ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി സർവീസ് തുടരുമെന്ന പ്രതീക്ഷയും വേണ്ട. അർദ്ധരാത്രിയിലും പുലർച്ചെയും ബ്രേക്ക് ഡൌൺ ആയി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പെരുവഴിയിലായ സംഭവങ്ങൾ നിരവധിയാണ്. കയർ കൊണ്ട് കെട്ടിവെച്ച വാതിലുകളും മഴയിൽ പ്രവർത്തിക്കാത്ത വൈപ്പറുകളും മൊട്ടയായ ടയറുകളുമായി സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ നിരവധിയാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സർവീസുകൾ തുടരുമ്പോൾ KSRTC ബസ്സുകളിൽ എങ്ങനെ വിശ്വസിച്ച് യാത്ര ചെയ്യും എന്ന് ചോദിക്കുകയാണ് ജനം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. മുളന്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. നിരവധി രോഗികൾ ആശങ്കയിൽ. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയിൽ നിർണായകമായ ഡ്യൂട്ടി നിർവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരല്ലെന്നുള്ള വകുപ്പ് മേധാവിയായ കാർഡിയോ തൊറാസിക് സർജന്റെ നിലപാടാണ് ശസ്ത്രക്രിയകൾ 2 ആഴ്ചയിലേറെയായി നിലയ്ക്കാൻ കാരണം. ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ രോഗിയുടെ ജീവൻ സാധാരണ നിലയിൽ നിയന്ത്രിച്ച് നിലനിർത്തുന്നവരാണ് പെർഫ്യൂഷനിസ്റ്റുകൾ. ഹാർട്ട് ലങ് മെഷീൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടതും ഇവരാണ്. ആഴ്ചയിൽ 2 ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഇവിടെ 2 പെർഫ്യൂഷനിസ്റ്റുകൾ ഉണ്ട്. ഇതിലൊരാൾ PSC വഴിയും മറ്റേയാൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വഴിയും നിയമനം ലഭിച്ചവരാണ്. ഇതിൽ HDS വഴി നിയമിക്കപ്പെട്ട ആൾക്ക് പരിചയസമ്പന്നതയില്ലാത്തതിനാൽ ശസ്ത്രക്രിയയിൽ റിസ്ക് എടുക്കാനാവില്ലെന്ന് കാണിച്ച് വകുപ്പ് മേധാവി പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു. അതേസമയം വകുപ്പ് മേധാവിക്കെതിരെ ആരോപണവുമായി പെർഫ്യൂഷനിസ്റ്റുകളും മേലധികാരിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ അടങ്ങിയ ഈ കത്തുകളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിശദമായ അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം നീളുന്നതിനാൽ ഓപ്പൺ ഹാർട്ട് സർജറി പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സീനിയോറിറ്റി പ്രകാരം ഓപ്പൺ ഹാർട്ട് സർജറി നിശ്ചയിക്കപ്പെട്ട 50ഓളം രോഗികളും നിശ്ചയിക്കാനുള്ള അത്ര തന്നെ രോഗികളും ഇതോടെ ആശങ്കയിലാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലിലൂടെ എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കിയാലേ നിർധനരായ നിരവധി രോഗികളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഒഴിവാകുകയുള്ളൂ. TCV തൃശൂർ. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം യാത്രക്കാർക്ക് വഴി നടക്കാനാകാത്ത അവസ്ഥയാണ്. നായ്ക്കൾ കുറുകെ ചാടി യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും നിരവധി. വിദ്യാലയങ്ങൾ തുറന്നതോടെ കുട്ടികളും ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. അക്രമാസക്തരാകുന്ന തെരുവുനായ്ക്കൾ മൃഗങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. അറവുശാലയിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വഴിയോരത്ത് ഉപേക്ഷിക്കുന്ന ഇടങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്.
തിരുവനായ വളർത്തു കേന്ദ്രമായി കൊടുങ്ങല്ലൂർ നഗരസഭ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നായ്ക്കളെ ഭയന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിൽ കാവിൽക്കടവിലുള്ള മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് തെരുവുനായ്ക്കളുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ്. കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉടമകളും നാട്ടുകാരും പേടിയോടെയാണ് ഇവിടെ എത്തുന്നത്. കോംപ്ലക്സിൽ വരുന്നവർ പലപ്പോഴും തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത്. ഭാഗത്തൊക്കെ ഭയങ്കര പട്ടിയുടെ ശല്യമാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റുന്നില്ല. പട്ടിയുടെ ശല്യം ഭയങ്കര ശല്യമാണെന്ന് വെച്ചാൽ ആളിലിട്ട് ഓടിക്കണ്, വഴി നടക്കാൻ പറ്റാനില്ല, സാധനം വാങ്ങാൻ ആൾക്ക് വരാൻ പറ്റുന്നില്ല, ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഭയങ്കര ശല്യമാണ്, ഒരു രക്ഷയില്ല. എന്തെങ്കിലും ഇത് പ്രതിവിധി ചെയ്യാണ്ട് പറ്റില്ല. നായശല്യം ഒഴിവാക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നാളിതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഭക്ഷ്യ അവശിഷ്ടങ്ങളും ഇവിടുത്തെ മത്സ്യമാംസ മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന അവശിഷ്ടങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നൂറുകണക്കിന് പട്ടികളാണ് ഇവിടെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റിയിൽ മൊത്തം പട്ടികൾ ഇവിടെ ഉണ്ടോയെന്നാണ് സംശയം. അതുകൊണ്ട് ഈ വഴിയാത്രക്കാരെയും സ്കൂൾ കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും ഒറ്റപ്പെട്ടു വരുന്ന ആളുകളൊക്കെ ഈ പട്ടികൾ ഓടിച്ചിട്ട് കടിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പുമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കണം. എത്രയും അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിലവിൽ അനാഥാവസ്ഥയിലാണ്. വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ വിശ്രമ കേന്ദ്രവും തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രവുമാണിപ്പോൾ ഇവിടം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇസ്രയേൽ ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് യാത്രികർ ആശങ്കയിൽ. വിമാന സർവീസുകളെ യുദ്ധം ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക. വിമാനങ്ങൾ റദ്ദാക്കുന്നതും വഴിതിരിച്ചുവിടുന്നതുമായ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. യുദ്ധം രൂക്ഷമായാൽ വ്യോമാതിർത്തി അടയ്ക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരെയും വിമാന സർവീസുകളിലെ മാറ്റം വലയ്ക്കുന്നുണ്ട്. വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് മൂലം കണക്ഷൻ ഫ്ലൈറ്റുകൾ നഷ്ടപ്പെടുന്നതായാണ് പരാതി. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. 11 മണിയോടെ അന്തിമഫലം വരുമെന്നാണ് പ്രതീക്ഷ. ആദ്യം 14 ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായി എണ്ണം. 75.27 ആയിരുന്നു പോളിംഗ് ശതമാനം. മുന്നണി സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് മത്സരിച്ചത്. ഇനിയൊരു ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അതിരപ്പള്ളി പൊരിങ്ങൽ കുത്തുകാട്ടിൽ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. ഒരാൾക്ക് പരിക്ക്. ഇരിങ്ങാലക്കുട പാറപ്പുറത്ത് വീട്ടിൽ ശങ്കരനാരായണന്റെ മകൻ മനുവിനാണ് പരിക്ക്. ഇയാളെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. വാഴച്ചാലിൽ നിന്നും വനപാലകരുടെ ജീപ്പിലാണ് 7 സംഘം ട്രക്കിങ്ങിന് പോയത്. പൊരിങ്ങൽകുത്ത് ഡാമിന് സമീപം ജീപ്പ് നിർത്തിയ ശേഷം നടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം. 6 കിലോമീറ്റർ അകലെ കാരാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് 2 ആനകൾ സംഘത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുന്നോട്ട് പാഞ്ഞെത്തിയ ആനയെ കണ്ട് ഇവർ ചിതറിയോടി. ഇതിനിടെ മനുവിന് തുമ്പിക്കൈ കൊണ്ട് തട്ടുകിട്ടി. താഴെ വീണ യുവാവിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ സംഘത്തിനൊപ്പമുണ്ടായിരുന്ന ഫോറസ്റ്റ് ജീവനക്കാരൻ നടന്നുവന്ന് പൊരിങ്ങൽകുത്തിൽ വെച്ചാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത്. ഉടനെ തന്നെ അതിരപ്പള്ളിയിൽ നിന്നും 108 ആംബുലൻസ് എത്തി മനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. TCV ന്യൂസ്, ചാലക്കുടി. മാള കുടൂരിൽ സംഘടിപ്പിച്ച യോഗ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചതാണ് വിവാദമായത്.
തിരുമുക്കുളം NSS കരയോഗത്തിന്റെ സഹകരണത്തോടെ ഐശ്വര്യ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഭവം വിവാദമായതോടെ പോലീസ് ഇടപെട്ട് പരിപാടി പിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടവരാണ് ഭാരതാംബയുടെ ചിത്രം വെച്ചതെന്നും കരയോഗവുമായി ബന്ധപ്പെട്ടവർ മന്നത്ത് പത്മനാഭന്റെ ചിത്രം തൊട്ടടുത്ത് വെക്കുകയായിരുന്നുവെന്നും കരയോഗം പ്രസിഡന്റ് EK മോഹനൻ പിന്നീട് പറഞ്ഞു. സൊസൈറ്റിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നും NSSന് ഇതുമായി ബന്ധമില്ലെന്നും ഇടതുപക്ഷക്കാരായ ഒരു വിഭാഗം പേരാണ് പരിപാടി അലങ്കോലപ്പെടുത്തിയതെന്നും പ്രസിഡന്റ് ആരോപിച്ചു. സംഘടനയിൽ BJP, RSS ആശയങ്ങൾ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരുമുക്കുളം കരയോഗത്തിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിരുന്നു. ചൊവ്വൂർ 5-ാം കല്ല് ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ്. ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്ത മാള പുത്തഞ്ചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ നാസറിനെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. പഞ്ചിങ് ബൂത്തിന് സമീപത്തെ ബസ് സ്റ്റോപ്പിലാണ് നിയന്ത്രണം വിട്ട ബസ് പാഞ്ഞു കയറിയത്. ബസ് കാത്തുനിൽക്കുകയായിരുന്ന 3 സ്ത്രീകൾക്ക് പരിക്ക് പറ്റിയിരുന്നു. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിച്ച് ദക്ഷിണ റെയിൽവേ. ശനിയാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസവും സർവീസ് ഉണ്ടാകും. രാവിലെ 10:10 കോഴിക്കോട് നിന്നും അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യലായി ഓടിത്തുടങ്ങുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:05 പാലക്കാട്ടെത്തും. തിരികെ 1:50 പുറപ്പെട്ട് കണ്ണൂരിൽ 7:40 തിരിച്ചെത്തും. ഷൊർണൂർ കണ്ണൂർ ട്രെയിനാണ് പാലക്കാട്ടേക്ക് നീട്ടിയത്. പുതിയ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഷൊർണൂർ വരെ മാത്രമാവും സർവീസ് നടത്തുക. ഈ മാസം 23 മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി. റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. അളകപ്പനഗർ പഞ്ചായത്തിലെ പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. പടുക്കപ്പറമ്പ് തടയണയ്ക്ക് സമീപം വലിയ തോടിന്റെ ബണ്ട് തകർന്നതാണ് കാരണം. തോട് ഗതിമാറി ഒഴുകി സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ ജാതിയും തെങ്ങും കവുങ്ങുകളും കടപുഴകി. ചീരമ്പത്ത് രാമചന്ദ്രൻ, പതിയാരപ്പാട്ട് വത്സല എന്നിവരുടെ പറമ്പുകളിലാണ് കൃഷിനാശം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് തോടിന്റെ വശം തകർന്നത്. പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തുന്ന തോടാണ് അപകട ഭീഷണി നേരിടുന്നത്. മഴ ശക്തമായാൽ തോടിന്റെ കൂടുതൽ ഭാഗം തകരാൻ സാധ്യതയേറെയാണ്. നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ ഒഴുകുന്ന വെള്ളം വട്ടണാത്ര പാടശേഖരത്തിലേക്കാണ് എത്തുന്നത്. നീരൊഴുക്ക് കൂടിയാൽ പാടശേഖരത്തിന്റെ താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയുമുണ്ട്. തോടിന്റെ കുറച്ചു ഭാഗങ്ങൾ കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിച്ചുവെങ്കിലും അപകടാവസ്ഥയിലായ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്താതിരുന്നതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അധികൃതർ ഇടപെട്ട് തകർന്ന ബണ്ട് താൽക്കാലികമായി കെട്ടി സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. പെരിഞ്ഞനം കുറ്റംകുളത്ത് അടച്ചിട്ട് വീട് കുത്തി തുറന്ന മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. മാഞ്ഞുളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ വിദേശത്താണ്. ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. മുറികളിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മഴക്കാല ഭംഗിയിൽ ഉത്രാളിക്കാവ്. TCV തയ്യാറാക്കിയ റിപ്പോർട്ട്.
അഴകിന്റെ ഉത്രാളി എന്ന് വിളിക്കുന്ന ഉത്രാളിക്കാവിന്റെ മഴക്കാല മനോഹാരിത. പച്ചവിരിച്ച പാടവും മലനിരകളും ക്ഷേത്രത്തിനു പിന്നിലെ റെയിൽപാളത്തിലൂടെ പോകുന്ന തീവണ്ടിയും ഉത്രാളിക്കാവിനെ സുന്ദരിയാക്കുന്നു. അകമല താഴ്വരയിലെ പാടങ്ങൾക്കരികിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. പ്രകൃതി കനിഞ്ഞ ഈ മനോഹാരിത തന്നെയാണ് ഉത്രാളിക്കാവിന്റെ പൂരാഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും സുന്ദരമായ കാഴ്ചയാണ്. പാടവും ദൂരെ കാണുന്ന മലനിരകളും മൂടൽമഞ്ഞും ചെങ്കുത്തായ പുൽമേടും അതിന് നടുവിലായി ഒഴുകുന്ന നീർച്ചാലും അതിനെ മുറിച്ചു കടക്കാൻ ഗ്രാമവാസികൾ നിർമ്മിച്ച ചെറിയ മുളപ്പാലവും അതിമനോഹരം തന്നെ. മഴക്കാലത്ത് എപ്പോൾ വന്നാലും ഈ ഒരു കാഴ്ച ആസ്വദിക്കാം. ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് 12-നാണ്. ഉച്ച സമയത്തും തണുത്ത കാറ്റും കുളിരും മനസ്സിനെ ശാന്തമാക്കുമെന്ന് തീർച്ച. ഇവിടെ നിന്ന് ട്രെയിൻ വരുന്നത് കാത്തുനിന്ന് ആ ദൃശ്യം കൂടി പകർത്തുമ്പോഴാണ് ആസ്വാദന കാഴ്ച പൂർണ്ണമാകുന്നത്. പാടവരമ്പിലൂടെ ഗ്രാമാന്തരീക്ഷ തനിമയിൽ നടന്നു നീങ്ങുന്ന നിഷ്കളങ്കരായ മനുഷ്യരും. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്താണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാടശേഖരത്തിന് നടുവിലെ ക്ഷേത്രവും മനോഹാരിതയും കാണാം. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പി ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. അയ്യന്തോൾ പുലിക്കളി സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബ്സൺ പോൾ അധ്യക്ഷനായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർമാരായ സുനിത വിനു, മേഫി ഡെൽസൺ, പുലിക്കളി സംഘം സെക്രട്ടറി PR ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒട്ടനവധി മാലിന്യ നിർമ്മാർജ്ജനം സ്വാഗതം ആശംസിക്കുക. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മങ്ങാട് മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നുകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപത്താണ് വലിയ ഞാവൽ മരം വീണത്. ഈ സമയം റോഡിലൂടെ സഞ്ചരിച്ച വാഹനങ്ങൾ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും എത്തിയിരുന്നു. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ആരംഭം. 27 നക്ഷത്രങ്ങളെ 13 ദിവസമായി തരംതിരിച്ച് ഓരോ വർഷവും തയ്യാറാക്കുന്ന കൃഷിരീതിയാണ് ഞാറ്റുവേലകൾ. തിരുമുറിയാതെ പെയ്യുന്ന മഴയും കുളങ്ങളും കിണറുകളും നിറഞ്ഞു കവിയുന്ന പോയകാല അനുഭവങ്ങളും ഒന്നുമില്ലെങ്കിലും നാട്ടുകാർക്ക് പരിചിതമായ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തെല്ല് തനിമയുണ്ടെന്ന് പരമ്പരാഗത കർഷകർ പറയുന്നു. വിട്ടുമാറാത്ത തുടർച്ചയായ ചെറിയ മഴകളും അതിനൊപ്പം വെയിലും അനുഭവപ്പെടുന്ന 14 ദിനരാത്രങ്ങളെ കാർഷിക കലണ്ടറിൽ തിരുവാതിര ഞാറ്റുവേല എന്ന് രേഖപ്പെടുത്തുന്നു. വെള്ളത്തോടൊപ്പം മണ്ണിലേക്ക് സൂര്യപ്രകാശവും അരിച്ചിറങ്ങുമ്പോൾ എല്ലാ വിളകൾക്കും സുഗമമായ വേരോട്ടമുണ്ടാകും. തണ്ടുകൾ പറിച്ചു നടീലിനും പരാഗണത്തിനും അനുയോജ്യമായ കാലാവസ്ഥയെന്നാണ് പൂർവികർ ഇതിനെ വിശേഷിപ്പിച്ചത്. മേടപ്പുലരിയിലെ അശ്വതി ഞാറ്റുവേലയോടെയാണ് പൗരാണിക കാർഷിക കലണ്ടറിന്റെ തുടക്കം. ഓരോ ഞാറ്റുവേലകളിലും ചെയ്യുന്ന കൃഷിയും കൃഷിരീതിയുമെല്ലാം ഹരിത വിപ്ലവത്തിന്റെ കടന്നുവരവോടെ അന്യമായി. സങ്കരയിനം വിത്തുകളും അവയെ പരിപോഷിപ്പിക്കുന്ന കീടനാശിനികളും രാസവളങ്ങളും പ്രയോഗിച്ചപ്പോൾ കേരളത്തിന്റെ പൈതൃക കൃഷികൾ അന്യം നിന്നുപോയെന്ന് ജൈവ കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലായത് മറ്റു കാരണങ്ങൾ കൊണ്ടല്ലെന്നും അവർ പറയുന്നു. TCV ചാലക്കുടി. മേലൂർ പുഷ്പഗിരിയിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. വെള്ളാട്ടത്തറ പ്രജീഷ് സുബി ദമ്പതികളുടെ മകൾ 15 വയസ്സുള്ള ശ്രീനന്ദയാണ് മരിച്ചത്. പുഷ്പഗിരിയിലെ അമ്മ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. +1 പ്രവേശനം ലഭിക്കാത്ത മനോവിഷമത്തിലാണെന്ന് പറയുന്നു.
നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറക്കൽ പൂരം മുടങ്ങിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധ നാമജപം സംഘടിപ്പിച്ചു. പൂരം മുടങ്ങിയത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ദേവസ്വം തയ്യാറായില്ലെന്നും ഭക്തജന കൂട്ടായ്മ ആരോപിച്ചു. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നീന്തൽ പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി ചിറ്റിലപ്പള്ളിയിലെ സൗഹൃദ കൂട്ടായ്മ. ഇതിനോടകം ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകിയാണ് ഈ കൂട്ടായ്മ വേറിട്ട കാഴ്ചയാകുന്നത്. വേനൽക്കാല അവധിവേളയിൽ അടാട്ട് പഞ്ചായത്ത് പരിധിയിലും സമീപ പ്രദേശങ്ങളിലുമായി മാത്രം 300 പേർക്കാണ് റിട്ടയേർഡ് പോലീസ് ACP ആയ സന്തോഷിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം നൽകിയത്. സൗജന്യ പരിശീലനത്തിന് വേണ്ടി ആദ്യം ചിറ്റിലപ്പള്ളിയിലെ ക്ഷേത്രക്കുളമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ചിറ്റിലപ്പള്ളി സ്വദേശി ചാൾസ് തന്റെ ആധുനിക രീതിയിൽ നിർമ്മിച്ച സ്വിമ്മിംഗ് പൂൾ സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു. ഇതിനകം വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായാണ് സന്തോഷ് നീന്തൽ പരിശീലനം നൽകിയത്. കുട്ടികൾ വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചതോടെയാണ് വേനലവധിക്കാലത്ത് നീന്തൽ പരിശീലനം സജീവമാക്കിയത്. അതിപ്പോഴും കനത്ത മഴയിലും തുടരുകയാണ്. 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകളെ നീന്താൻ പഠിപ്പിച്ച് സന്തോഷിന് കൂട്ടായി ഭാര്യ അനുപമയും മക്കളായ അശ്വിനും അഭിയനും ഉണ്ട്. TCV തൃശൂർ. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി യുവാവ് സഹായം തേടുന്നു. കാട്ടൂർ പൊന്നനം സ്വദേശി കോപ്പുള്ളി വീട്ടിൽ ഗോപി മകൻ സ്വാനിഷാണ് ചികിത്സാ സഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. കരൾ മാറ്റിവയ്ക്കലിനായി 30 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധന കുടുംബാംഗമായ സ്വാനിഷിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. സ്വാനിഷിന്റെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാട്ടൂർ ശാഖയിലുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വാണിജ്യം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന ഹെർബ ലൈഫ് ഇൻഡിപെൻഡന്റ് അസോസിയേറ്റ് രാജ്കുമാർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വെയ്റ്റ് ലോസ് മാരത്തോണിലെ വിജയികൾക്കായി ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 1 മന്ത് 10 ഡേയ്സ് വെയ്റ്റ് ലോസ് ആൻഡ് വെയ്റ്റ് ഗെയിൻ മാരത്തോൺ ചലഞ്ചിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തു. 1 മാസത്തെ വെയ്റ്റ് ലോസ് മാരത്തോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആൽവിൻ ജെയ്സിന് സമ്മാനാർഹമായ 1,11,011 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും മേയർ MK വർഗീസ് വിതരണം ചെയ്തു. 10 ഡേയ്സ് വെയ്റ്റ് ലോസ് മാരത്തോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിനീതിനുള്ള 50,000 രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും അടങ്ങിയ പാരിതോഷികം ഹെർബ ലൈഫ് കേരള സീനിയർ വെൽനസ് കോച്ചുമാരായ രാജ്കുമാർ, കവിത രാജ്കുമാർ എന്നിവർ ചേർന്ന് കൈമാറി. മറ്റ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വെൽനസ് കോച്ചുമാരായ സജീവ് കുമാർ, പ്രവീണ, ഷെരീഫ്, സോഫിയ, സുനിൽകുമാർ, സബിത, ഹൈദർ, ഷാജിദ, അൻസാർ, ഷക്കീല, ബിജു, അനു, വത്സൻ, പ്രിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കോച്ചുമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 മാസത്തിൽ മത്സരത്തിന്റെ ഭാഗമായി 3650 കിലോ അമിതവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും ഇവർ പറഞ്ഞു. ഗ്രാൻഡ് ഫിനാലെയുടെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. അനാരോഗ്യകരമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ആരോഗ്യകരമായ ഒരു ജീവിത സ്ഥിതിയിലേക്ക് മാറാൻ ഓരോരുത്തരെയും സഹായിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഉതകുന്ന വിധത്തിലുള്ള നല്ലൊരു ഭക്ഷണശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെർബ ലൈഫ് പ്രവർത്തിക്കുന്നത്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്ന സംഭവങ്ങളേറുന്നു. KSRTC ബസ്സുകളിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാകുന്നില്ലെന്ന് യാത്രക്കാർ. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരല്ലെന്നുള്ള വകുപ്പ് മേധാവിയുടെ നിലപാടാണ് ശസ്ത്രക്രിയകൾ സ്തംഭിക്കാൻ കാരണം. ജില്ലയിൽ തെരുവുനായ ശല്യം പെരുകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. നായ്പിടിയിൽ നാട്. ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് യാത്രികർ ആശങ്കയിൽ. വിമാന സർവീസുകളെ യുദ്ധം ബാധിച്ചേക്കും. നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ഇതോടെ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.